തുർക്കി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു. ഇസ്രായേലാണെങ്കിൽ എല്ലാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും സുരക്ഷാ സംവിധാനം ഇരട്ടിയാക്കിയ പ്രഖ്യാപനം നടത്തി. യുദ്ധത്തിൻ്റെ മറ്റൊരു വേർഷൻ പുറത്തു വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുമുള്ള രാഷ്ട്രങ്ങളുടെ സമീപനങ്ങളും നിലപാടുകളും എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില പത്രങ്ങൾ യുദ്ധം തീരുകയല്ല, മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് എന്നൊരു അഭിപ്രായ പ്രകടനം നടത്തി. അത് ഏത് തരത്തിൽ എങ്ങനെ എന്നതിനെക്കുറിച്ച് വിശദീകരണമൊന്നുമില്ല. ഇപ്പോൾ ഈ ഇറാൻ ചൈന സന്ദർശനം നടത്തിയതും തൊട്ടു മുമ്പ് റഷ്യ സന്ദർശനം നടത്തിയതും അതോടൊപ്പം തന്നെ തുർക്കിയുടെ ഈ ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷണവും ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനം ഇരട്ടിയാക്കുന്നതും ഹോർമുസിൽ ഇറാനും അമേരിക്കയും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്നതും അതോടൊപ്പം തന്നെ മറ്റ് ചില രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കടക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു രൂപപരിണാമം ഉണ്ടായിരിക്കുന്ന ഈ മേഖലയിൽ എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ഇറാൻ്റെ സൈനികർ IRGCയുടെ വിഭാഗത്തെ പല ഘട്ടങ്ങളിലായി ഹോർമുസിൻ്റെ കാടുകളിൽ കണ്ടതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പുതിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. 3 അമേരിക്കയുടെ കപ്പലുകളാണ് ഹോർമുസ് കടക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. രൂക്ഷമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്ത് ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഇറാൻ്റെയും ഏറെക്കുറെ റിപ്പോർട്ട് പുറത്ത് വരാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെ ഈ 3 കപ്പലും അവിടുന്ന് പിരിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ മധ്യസ്ഥ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവസാനിച്ചിട്ടില്ല, അതിപ്പോൾ തുടരുന്നുണ്ട് എന്ന് ഈ അമേരിക്ക പറയുകയും ചെയ്യുന്നു. അമേരിക്ക 2 തരത്തിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഒന്ന്, ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം തുടരുന്നു. രണ്ടാമത്തത്, ഈ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ച നടത്തുന്നു. രണ്ടിൻ്റെയും മധ്യസ്ഥയിൽ നിന്നുകൊണ്ട് അമേരിക്ക പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കപ്പലിൽപ്പെട്ട 100-ലധികം കപ്പലുടെ ഒരു യൂണിറ്റി ഉണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ച് സാധാരണ പോകാറുള്ളത്. ആ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു ഏകോപനമുള്ള ഗ്രൂപ്പ് പറയുന്ന കാര്യം, ഞങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് കപ്പൽ കടത്തുന്നില്ല. പൂർണ്ണമായിരിക്കുന്ന ഇറാൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഇറാൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യൂ. ഇറാൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ തന്നെയുള്ള പ്രശ്നം നിലനിൽക്കുന്നത്, ഇറാൻ്റെ അതിർത്തി കടന്ന് കഴിഞ്ഞാൽ ഈ അറേബ്യൻ കടലിലെത്തുന്ന സമയത്ത് ഇറാനിൽ നിന്ന് വന്ന കപ്പലാണെങ്കിൽ അല്ലെങ്കിൽ ഇറാൻ തുറന്നു വിട്ട കപ്പലാണെങ്കിൽ അവർ ചുങ്കം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ആക്രമിക്കുന്ന ഒരു പ്രവണത അമേരിക്കക്കുണ്ട്. അങ്ങനെ ആ സമയത്ത് 2 രാജ്യങ്ങളുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ പോകാൻ പറ്റൂ എന്ന് പറയുന്നത് ഒരു സാധാരണ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. യുദ്ധക്കപ്പലാണെങ്കിൽ അത് വിഷയമല്ല, അവരുടെ അടുത്ത് സൈനികരുണ്ടാവും, സംവിധാനം ഉണ്ടാവും, ഏറ്റുമുട്ടാനൊക്കെ തയ്യാറാവും. എന്നാൽ വാണിജ്യ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു 10-15 ജീവനക്കാർ മാത്രമാണ് ആകെ ഉണ്ടാകുക. അവർ സൈനികപരമായിരിക്കുന്ന പ്രാക്ടിക്കൽ ലഭിച്ചവരോ ആയുധ ശേഖരം നടത്തിയവരോ അല്ല. അവർ സാധാരണഗതിയിൽ ഒരു പാസഞ്ചേഴ്സായിട്ട് മാത്രം നിലനിൽക്കുന്ന വിഭാഗമാണ്. ഇവരാണ് പല ഘട്ടങ്ങളിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കീഴടക്കുന്നത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്ന വിഷയങ്ങളൊക്കെ വരാറുള്ളത്. അപ്പോൾ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വിഷയം ഗൗരവമുള്ളതായതിനാൽ തങ്ങൾ അതിനില്ല എന്നുള്ള കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കപ്പലിൻ്റെ ഉടമസ്ഥർ പറയുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ അത് താനാണ് അതിൻ്റെ പ്രതി എന്ന് ലോകം ഇപ്പോൾ പറയുന്നത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യും. ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമായിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര പാതയായിരുന്നു. എന്നാൽ അമേരിക്ക ആക്രമിച്ചതോട് കൂടിയിട്ടാണ് ഇറാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ അതിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കിയത്. പിന്നീടാണ് ചുമത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നത്. അതിനവർ പറയുന്നൊരു കാര്യവും, തങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം പൂർണ്ണമായിട്ടും അത് ഇസ്രായേലിനാലെയും അമേരിക്കയിലും ഉണ്ടായതാണ്, അത് ഞങ്ങൾക്ക് തിരിച്ചു തരണം. മാത്രമല്ല ഈ മേഖല ഞങ്ങളുടേതാണ്, അന്താരാഷ്ട്ര തലത്തെ അംഗീകാരമാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പരമാധികാര രാജ്യമാണ് എന്നുള്ള അംഗീകരിക്കപ്പെടുക എന്നുള്ളത് നിർബന്ധമാണ്. മറ്റു ലോക രാജ്യങ്ങൾ തങ്ങൾ അംഗീകരിക്കുന്ന പോലെ തന്നെ തങ്ങളെ മറ്റുള്ള ലോക രാജ്യങ്ങളും അംഗീകരിക്കണം. ഇങ്ങനെ വളരെ കൃത്യവും ന്യായപരമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇറാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സമ്മതിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ യുദ്ധം പരാജയപ്പെട്ടു എന്ന് അവർ തന്നെ സമ്മതിക്കേണ്ട സ്ഥിതി വരും. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിൽ എത്തിയിരിക്കുന്ന ഒരു കപ്പലും സുരക്ഷിതരല്ല, ഒരു സൈനികരും സുരക്ഷിതരല്ല എന്നുള്ളതാണ് രീതി. കാരണം ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ ഒരു വിമാനം കാണുന്നില്ല, 3 വിമാനം കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
എന്നാൽ ഒന്ന് മാത്രമാണ് അമേരിക്ക സ്ഥിരീകരിച്ചത്. ഈ കപ്പൽ എങ്ങനെ അപ്രത്യക്ഷമായി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. അവർക്ക് കൃത്യമായ രീതിയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അതൊരു വല്ലാത്ത രീതിയിലൊരു പ്രയാസഘട്ടത്തിലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇറാൻ ഉപയോഗിച്ച തന്ത്രങ്ങൾ, മാർഗങ്ങൾ ഏതാണ് എന്നുള്ളത് കൂടിയാണ് അമേരിക്കയ്ക്ക് അറിയേണ്ടത്. എല്ലാവിധ രഹസ്യ സംവിധാനങ്ങളും ചോർന്നു പോയിട്ടുണ്ട് എന്ന് ഒരു പരിധിവരെ അമേരിക്ക സമ്മതിക്കുന്ന കാര്യമാണ്. അവരുടെ കൈവശത്തിലുള്ള സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും യഥാർത്ഥത്തിൽ പരീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നു. കാര്യം അതിൻ്റെ മേലെ ശത്രുവായിരിക്കുന്ന ഇറാൻ ആധിപത്യം ഉണ്ടാക്കിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ചൈനയും റഷ്യയൊക്കെ വലിയ രീതിയിൽ സഹായം നൽകുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ കൃത്യമായിരിക്കുന്ന വിവരശേഖരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിലേക്കും അമേരിക്കയുടെ സൈനിക ബേസായിരിക്കുന്ന അറേബ്യൻ കേന്ദ്രങ്ങളിലേക്കും നിരന്തരം എന്ന തരത്തിൽ ഇറാൻ ആക്രമണം നടത്തുന്നത്. അത് ലക്ഷ്യം കണ്ടതാണ്, അതവർ വിജയിച്ചതാണ്. അങ്ങനെ വിജയിക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ പുതിയതായിരിക്കുന്ന ഏതെങ്കിലും ഒരു തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അവരെ അതിജീവിപ്പിക്കുക അല്ലെങ്കിൽ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനം, ആരോ പോലെയുള്ള പ്രതിരോധ സംവിധാനം, ഈ സംവിധാനത്തിൻ്റെ എല്ലാവിധ സാങ്കേതികതയും ചോർന്നു പോയിരിക്കുന്നു. സാങ്കേതിക വിദ്യ ചോർന്നു പോകുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് എത്രത്തോളം ബലവും ശക്തിയുണ്ട് ശത്രു മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനപ്പുറം ശക്തി പ്രയോഗിച്ചാൽ ഇത് തകരും. അതാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേലിലുള്ള അയൺ ഡോമിനെ ഇറാൻ തകർത്തുകൊണ്ട് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം നടത്താൻ വേണ്ടി സാധിച്ചത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ തുർക്കി ഏറെക്കുറെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണം. 5000 കിലോമീറ്റർ ദൂരപരിധി പറന്നുകൊണ്ട് ആക്രമിക്കാൻ പറ്റും എന്നുള്ളിടത്തേക്കാണ് ഇപ്പോൾ അവരെത്തിയിരിക്കുന്നത്. അങ്ങനെ ആക്രമിക്കുക എന്ന് പറഞ്ഞ സമയത്ത് തുർക്കിയിൽ നിന്ന് ഈ ഇസ്രായേലിലേക്ക് നോക്കുന്ന സമയത്ത് 2000 കിലോമീറ്റർ, അതിന് സമാനമായിരിക്കുന്ന കിലോമീറ്റർ അതിൻ്റെ താഴെ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു ശത്രുവിനെ കണ്ടുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന തന്ത്രം ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തി കൊടുത്തത് ഇറാനാണ്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കൈവശത്തിലും അമേരിക്കയുടെ കൈവശത്തിലും എത്രത്തോളം ആയുധമുണ്ട്, അതിന് എത്രത്തോളം ശക്തിയുണ്ട്, ഏത് രീതിയിൽ പ്രയോഗിക്കാൻ വേണ്ടി പറ്റുന്ന എത്രത്തോളം സൈനികരുണ്ട്, ഇത് വളരെ കൃത്യമായ രീതിയിൽ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഇറാൻ നീക്കുപോക്കുകളൊക്കെ നടത്തുന്നത്, ഇറാൻ ആയുധങ്ങൾ നിർമ്മിച്ചത്. അവരുടെ കയ്യിൽ ഇപ്പോൾ നിലവിലെ ഈ കണക്ക് നോക്കുന്ന സമയത്ത് 5000 കിലോമീറ്റർ അധികം ദൂരപരിധി പറന്നുകൊണ്ട് ആക്രമിക്കാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈലും ഹൈപ്പർസോണിക് മിസൈലും ഉണ്ട്. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് 10,000 കിലോമീറ്റർ ഉള്ളതുണ്ട് എന്നാണ് പറയുന്നത്. 10,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ ഭയങ്കരമായിരിക്കുന്ന പേടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത് പല തരത്തിലും അതിന് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ചോർത്താൻ വേണ്ടി അമേരിക്ക നോക്കി നടന്നിട്ടില്ല. കാര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ നിന്ന് അമേരിക്കയുടെ ഈ അതിർത്തി കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങളിലേക്ക് ഏകദേശം 9,900 കിലോമീറ്റർ 9,500 കിലോമീറ്ററേ ഉള്ളൂ. ആ മേഖലയിലേക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോക തോൽവിയായിട്ട് ലോകം വിലയിരുത്തും. അതിൻ്റെ ഒരു നാണക്കേട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട്. മിയാമി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് അത് കാണാൻ പറ്റും. അതായത് തെഹ്റാൻ ടു മിയാമി 9,500 കിലോമീറ്റർ, ഇറാൻ്റെ കൈവശത്തിലുള്ള 10,000 കിലോമീറ്റർ. ഇനി അതല്ലെങ്കിൽ ഈ കൊറിയ കൊടുക്കാൻ തയ്യാറാണ്. കൊറിയയുടെ കൈവശത്തിൽ 15,000 കിലോമീറ്റർ ദൂരപരിധി ഉള്ളതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒത്തുകൂടുന്ന രീതികൾ ഉചിതമല്ല. നല്ലൊരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കും. അത് പറയുന്ന കാര്യവും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൂടെയല്ല യുദ്ധം പോകുന്നത്. യുദ്ധം വഴിതെറ്റിയാണ് സഞ്ചരിക്കുന്നത്, ട്രാക്ക് തെറ്റി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പരാമർശം. അങ്ങനെ ആ സമയത്ത് അത് ട്രാക്കിൽ കയറ്റാറുള്ള വലിയ പണിയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ടും കൽപ്പിച്ചാണ് അവരുടെ നയത്തിനോ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ അവർ മുന്നോട്ട് വെക്കപ്പെട്ട ദർശനത്തിനോ ഇപ്പോൾ ഒരു മാറ്റമില്ല. അവരെന്തിനും തയ്യാറാണ്. അവർ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രവൃത്തി കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു നിരാശയും അതിൻ്റെ പ്രയാസവും അമേരിക്കക്കുണ്ട്. രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ഒരു വിഭാഗത്തോട് ഏറ്റുമുട്ടി ജയിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് അമേരിക്കയും ഇസ്രായേലും വിലയിരുത്തുന്ന സമയത്താണ് ഇറാൻ്റെ വലിയ രീതിയിലുള്ള വിജയം ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം.